ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മാതള നാരങ്ങയുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് കറി വെക്കുന്നത് ചിലവർക്കൊന്നും ഇതെന്നാന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെ രേഷ്മ മോള് പറഞ്ഞു, അതെന്നാന്നമ്മേ സാധനം ഒന്ന് പറഞ്ഞു തരുമോ, അതിൻ്റെ വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് പകുതിയേ ഉള്ളൂ, കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സാധനം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് മാതള നാരങ്ങ. കറി വെക്കുന്ന നാരങ്ങയാണിത്. സദ്യക്കെല്ലാം കറി വെക്കുന്നതാണ്. ചിലവരറിയാത്ത ഉണ്ടാവും, ചിലവർക്ക് അറിയാം. അപ്പോൾ ഇതിനെ കഴുകിയിട്ട് വേണം നമുക്ക് ചെറിയ തോതിൽ മുറിച്ചിടണം. കുരുവൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അന്ന് കറി വെക്കുമ്പോൾ കയ്പ്പ് വരിക. അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ട് നല്ല വൃത്തിയിൽ ചെറിയ തോതിൽ മുറിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പുളി കുറച്ച് പിഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ വറുത്തിടാൻ, പിന്നെ കടുക് വേണം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ വേണം. ലാസ്റ്റ് കറിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളി എരിവെല്ലാം ബാലൻസ് ചെയ്യാൻ കുറച്ച് മധുരം, വെല്ലം അതൊന്ന് ചെത്തിയിട്ട് ഇട്ടതാണ്. അപ്പം ഞാനിത് മുറിച്ചിട്ടിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. എല്ലാം കഴുകി നല്ല വൃത്തിയിൽ ചെറിയ തോതിൽ ഞാൻ മുറിച്ചിട്ടിട്ട് എടുത്തിട്ട് വരാം, എന്നിട്ട് കാണിച്ചു തരാം. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോവും എൻ്റെ വീഡിയോ, പിന്നെ ആർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വരാം. അപ്പോൾ ഇതാ ഗൈസ്, നാരങ്ങ മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി എടുക്കാം. ചട്ടിയെടുത്ത് അതിലേക്ക് ഞാൻ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അവയും കൂടി ഇടുക. അതും കൂടി ഇട്ടുകൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടി എത്രയാണോ നമുക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് വേണ്ടിയാൽ അങ്ങനെ ചെയ്തോളാം. ഞാനിപ്പോൾ ഒരുപാടൊന്നും എരിവാക്കുന്നില്ല. നമുക്കെല്ലാം കുറച്ച് എരിവ്. എരിവും പുളിയെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനനുസരിച്ച് ഇട്ടുള്ളൂ. ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ലേശം മാത്രമേ ഇതിനിടാൻ പാടുള്ളൂ. ഒരുപാട് സാധാരണ എല്ലാ കറിക്കിടും പോലെ ഇടാൻ പാടില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ചില നാരങ്ങ ഭയങ്കര കയ്പ്പുള്ള പോലത്തെ ആയിരിക്കുമേ, ചിലത് നല്ല മധുരമുള്ള പോലത്തെ, അങ്ങനെയുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കയ്യിലെടുത്തിട്ട്. അപ്പോൾ കയ്യിലിനെ കൊണ്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പെല്ലാം പാകത്തിനാണോ എന്നല്ല ഈ സമയത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. ഇത്ര ഇടണം എന്നൊന്നും കണക്കില്ല. അപ്പം ഇതിന് ഉപ്പും എരിവും ഇതെല്ലാം പുളിയെല്ലാം പാകാന്ന്. അപ്പം ഞാനിനി ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ച് ഇത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ച് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചൂടാവട്ടെ, നല്ല റെഡിയായിട്ട്. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ആക്കിയ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മുറിച്ചിട്ട നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നാരങ്ങയെല്ലാം അതിലേക്ക് ഇട്ടു. ഇനിയൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ. ഒന്ന് നല്ല
നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ നാരങ്ങ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഞാൻ നാരങ്ങ ഒന്ന് അടച്ചു വെച്ച് ചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു വെച്ചത്. ഉരുളിയിലാണെങ്കിൽ അടച്ചു വെക്കേണ്ട പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, ഇതിനിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ വറ്റിയിട്ട് പാകത്തിനുള്ള വെള്ളമായിട്ട് ആവും. അപ്പോൾ ഉരുളിയിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ എടുത്തു വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ മധുരം, പുളി, എരു, ഉപ്പ് ഇതെല്ലാം കൂടി നല്ല റെഡിയായിട്ട് വരും. നമ്മുടെ നാരങ്ങക്കറി ഇതാ ഇവിടെ റെഡിയായിരിക്കുന്നതാണ്. ചട്ടിയിൽ നിന്ന് ഇനിയിപ്പോൾ ഇതൊന്ന് പാകമായിട്ട് വരാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ വെള്ളം പോലെയൊന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല കൊഴുത്ത് നല്ല അടിപൊളിയായിട്ട് തൊടുകറി പോലെയാവും. ഇപ്പം കാണുന്ന ഇതൊന്നും ഉണ്ടാവില്ല. ഞാനിനി ഉപ്പ് നോക്കട്ടെ. വാവ്, അടിപൊളി. നല്ല എരിവും പുളിയെല്ലാം ഇഷ്ടപ്പെടുന്നയാൾക്ക് പറ്റിയ തൊടുകറിയാണിത്. ഇത് തന്നെ ഇപ്പം കുറേ ഉണ്ടല്ലോ. കണ്ട, ഒരു കഷ്ണം നാരങ്ങയാണ് വെച്ച് നോക്കിയാട്ടെ. അടിപൊളിയായിട്ടില്ലേ? കുറച്ച് ആൾക്കാർക്ക് സദ്യക്ക് വിളമ്പാൻ മാത്രമില്ലേ. അപ്പോൾ ഇനി നമുക്കൊന്ന് വറുത്തിടണം. ഇപ്പോൾ വാങ്ങി വെക്കട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കട്ടെ. കടുക് ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക്, ചുവന്ന മുളകുണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം വറുത്തിടാൻ. പിന്നെ കറിവേപ്പില, മറ്റേ ഷെഫുമാറാക്കുന്ന പോലെ ഇട്ട്. അപ്പം അടിപൊളി. നമ്മളെ നാരങ്ങക്കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷെഫുകളാക്കുന്ന പോലെ ആയിപ്പോയി അല്ലേ? തീ അതിലേക്ക് ഓടിക്കേറിയിട്ട്. അപ്പോൾ ഓക്കെ. അപ്പം ഇതാ ഗൈസ്, നാരങ്ങക്കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ. കണ്ട, ഇതിനിപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് തന്നെ പാകം വന്നിട്ടാകുമ്പോൾ ഈ കാണുന്ന ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് അതിൽ കുടിച്ച് നല്ല കണ്ടീഷനായിട്ടുള്ള നാരങ്ങക്കറിയായിട്ടിരിക്കും. ഇപ്പം തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. പാകം വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.